ചെക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് വധൂവരന്മാർ. ആ സമയം എത്തിയപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന പൂർവിയുടെ മുഖം മാറി. അവൾ തൻ്റെ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരുപാട് നേരം കരച്ചിലടക്കാൻ നോക്കിയെങ്കിലും പൂർവിയുടെ കരച്ചിലിന് മുന്നിൽ ആ അച്ഛനും അമ്മയും പൊട്ടിപ്പോയിരുന്നു. അവളുടെ കരച്ചിൽ ഇപ്പോഴൊന്നും നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ശ്രീ വേഗം വന്ന് പൂർവിയെ തൻ്റെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ, നീ ഇവരെ വിട്ട് പിരിയുന്നത് ഓർത്താണ് കരയുന്നതെങ്കിൽ അത് വേണ്ട. ഇവരെ എപ്പോൾ കാണാൻ തോന്നുന്നുവോ അപ്പോൾ ഞാൻ നിന്നെ അവരുടെ മുന്നിൽ എത്തിച്ചിരിക്കും. അത് കേൾക്കെ പൂർവി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോഴും അവൾ ചെറുതായി ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അളിയം പൊളിയാ. അതും പറഞ്ഞ് തപ്പു അവരുടെ ഇടയിൽ കയറി. അമ്മേ ആ പെട്ടെന്നാണ് തപ്പുവിൻ്റെ കാറിച്ച അവിടെ മുഴങ്ങിയത്. എന്താണെന്നല്ലേ? അവൻ്റെ ചെവിയിൽ പിടുത്തമിട്ടിരിക്കുകയാണ് ഭാരതി. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇരുവരുടെയും മുന്നേ പരിചയമുള്ളവരെ പോലെയുള്ള പ്രകടനം കാണെ ഇത് എന്താ സംഭവം എന്ന രീതിയിൽ ശ്രീ വാപ്പൊളിച്ച് നോക്കി നിന്നു. ആ വിട് ആൻറ്റി, ഞാൻ പറയട്ടെ. തപ്പു കിടന്നു തുള്ളി. അത് കാണെ ഭാരതി അവൻ്റെ ചെവിയിലെ പിടിവിട്ടുകൊണ്ട് അവൻ്റെ കവളിൽ കൈ ചേർത്തു. ഒരുപാട് നന്ദിയുണ്ട് മോനെ. എൻ്റെ മോൻ്റെ മുഖത്തെ ഇപ്പോഴുള്ള സന്തോഷത്തിന് കാരണക്കാരൻ മോനാണ്. അത് കേൾക്കെ ശ്രീയുടെ നെറ്റി ചുളിഞ്ഞു. മക്കളുടെ മുഖമൊന്ന് വാടിയാൽ അതിൻ്റെ കാരണം അറിയുന്നത് വരെ ഉരുകുന്നവരാണ് അമ്മമാർ. അതുപോലെ ഒരു അമ്മയായിരുന്നു ഞാനും. പക്ഷേ എൻ്റെ മോൻ്റെ ഉള്ളം അറിയാൻ നീ വേണ്ടി വന്നു. അത് കേൾക്കെ ഒരു പുഞ്ചിരിയോടെ തപ്പു അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇത് കാണെ ശ്രീ അവരുടെ ഇടയിൽ കയറി ചോദിച്ചു, അമ്മ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് കേൾക്കെ ഭാരതി ശ്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ മിണ്ടരുത്. ഇത്രയും കാലം ഇവളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞോ? അവർ വീണ്ടും തപ്പുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇവനില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതൊന്നും അറിയാതെ പോയേനെ. പിന്നെ ഈ മോൻ വന്ന് അവൻ്റെ പെങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ വന്ന് നിന്നെ അവൻ്റെ പെങ്ങൾക്ക് കൊടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. അത് കേൾക്കെ എല്ലാവരും ഞെട്ടലോടെ തപ്പുവിനെ നോക്കി. ഭാരതിയുടെ ഓർമ്മ ആ ദിവസത്തിലേക്ക് പോയി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് റൂമിലായിരുന്ന ഭാരതി മുൻവശത്തേക്ക് വന്നത്. വാതിൽ തുറന്നപ്പോൾ തന്നെ കാണുന്നത് ഒരു അപരിചിതനായ യുവാവിനെയാണ്. ചെമ്പൻ മുടിയും ബ്രൗൺ നിറമുള്ള കണ്ണുകളും വെളിയിലെ പിള്ളേരിടുന്നത് പോലത്തെ കോട്ടുമൊക്കെ അണിഞ്ഞ് ഒരു പയ്യൻ. ഭാരതി അവനെ അടിമുടി ഒന്നുകൂടി നോക്കി. അതേസമയം വാതിൽ തുറന്ന ഭാരതിയെ കണ്ട് തപ്പു കൈകൾ കൂപ്പി ഒരു പുഞ്ചിരി നൽകി. ആരാ? ഭാരതി ചോദിച്ചു. ഞാൻ ശ്രീയുടെ ഫ്രണ്ടാണ്. കൂട്ടത്തിൽ പൂർവിയുടെ ബ്രദറിൻലോ ആയിട്ട് വരും. ശ്രീയുടെ ഫ്രണ്ടാണെന്ന് കേൾക്കെ ഭാരതി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. കയറിയിരിക്കാൻ പറഞ്ഞു. ദിവാകരന് ആൺമക്കളില്ലല്ലോ? പിന്നെ? ഭാരതിയുടെ ചോദ്യം കേൾക്കെ അത് മനസ്സിലാക്കിയെന്ന വണ്ണം തപ്പു പറഞ്ഞു. ഞാൻ പാറുവിൻ്റെ കസിൻ ബ്രദറാണ്, പൂർവിയുടെയും. പക്ഷേ ഇപ്പോൾ ആ ബന്ധം ഇല്ലായെങ്കിലും പൂർവി എൻ്റെ പെങ്ങളുട്ടി തന്നെയാണ്. ഭാരതി ഒന്നും മനസ്സിലാവാതെ സെറ്റിയിലേക്കിരുന്നു. അപ്പോഴാണ് ഓർത്തത് അവനൊന്നും കുടിക്കാൻ കൊടുത്തില്ലല്ലോ എന്ന്. അവർ വേഗം എഴുന്നേറ്റ് അവനോട് ചോദിച്ചു, മോന് കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? അത് കേട്ടപാടെ തപ്പു പറഞ്ഞു, അയ്യോ എനിക്കൊന്നും വേണ്ട. എനിക്ക് ആൻറ്റിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചായയൊക്കെ പിന്നീട് കുടിക്കാം. ഞാൻ ദിവാകരൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുടിച്ചതേയുള്ളൂ. ആൻറ്റി വന്നേ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമാ എന്നും പറഞ്ഞ് അവൻ അവരെ കൈപിടിച്ച് അടുത്തുള്ള സോഫയിലിരുത്തി. കൂടെ അവനും ഇരുന്നു. എന്നിട്ട് അവരുടെ കൈയെടുത്ത് അവൻ്റെ കൈകൾക്കുള്ളിൽ എടുത്തുകൊണ്ട് ഭാരതിയാണെ അവൻ്റെ പെരുമാറ്റം കണ്ട് അമ്പരന്ന് നിൽക്കുവാണ്. അത് മനസ്സിലാക്കിയതുപോലെ തപ്പു സ്നേഹത്തോടെ അവരെ നോക്കി പറഞ്ഞു, ആൻറ്റി, ശ്രീയെ കരുതുന്ന പോലെ എന്നെയും കരുതണം. എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അമ്മയ്ക്ക് സങ്കല്പിക്കാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ അമ്മയുടെ കൈകളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭദ്രമായിരിക്കണം. അത് കേൾക്കെ ഭാരതി എന്താണ് ആ കാര്യം എന്നുള്ള രീതിയിൽ അവനെ നോക്കി. ആൻറ്റിക്ക് പൂർവിയെ അറിയില്ലേ? അവൻ്റെ ചോദ്യം കേൾക്കെ ഭാരതി അറിയാമെന്ന രീതിയിൽ തലയനക്കി. എന്നാൽ അമ്മ അറിയാത്തൊരു കാര്യമുണ്ട്. ആൻറ്റിയുടെ മോൻ പൂർവിയെ സ്നേഹിച്ചിരുന്നു. അത് കേൾക്കെ ഭാരതി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ആൻറ്റി തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. പൂർവിയുടെ വിവാഹത്തിന് മുൻപുള്ള ശ്രീയെയും അത് കഴിഞ്ഞുള്ള ശ്രീയെയും ആൻറ്റി ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാകും അമ്മയുടെ മകൻ പൂർവിയെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. രണ്ടുപേർക്കും തുറന്നു പറയാൻ ധൈര്യമില്ലാതെയായി പോയി. ഒരു സാഹചര്യത്തിൽ ആൻറ്റിയുടെ മകൻ്റെ മനസ്സ് എനിക്ക് മുൻപിൽ തുറന്നു വെച്ച് അന്നാണ് എനിക്കിതെല്ലാം മനസ്സിലായത്. ശ്രീ അവൻ്റെ ജീവന് തുല്യമാ.
അതിൽ കൂടുതലോ അവളെ സ്നേഹിക്കുന്നു എന്ന കാര്യം. അത് പരസ്പരം പറഞ്ഞിട്ടുമില്ല. പൂർവിക്കും ഇഷ്ടമായിരുന്നു ശ്രീയെ. പക്ഷേ പാറുവിൻ്റെ കല്യാണത്തിന് പൂർവിയുടെ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ജീവിതത്തിന് വേണ്ടി അവളുടെ ഇഷ്ടങ്ങൾ കുഴിച്ചു മൂടി. അവൾ ആ ജീവിതം തിരഞ്ഞെടുത്തു. പക്ഷേ ആ ബന്ധം പാതിയിൽ തീർന്നു. ഒരു പക്ഷേ അതൊരു ദൈവനിയോഗമായിരിക്കാം, ശ്രീയെയും പൂർവിയെയും ഒന്നിപ്പിക്കാനുള്ള. അവളൊരു പാവമാണ്, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എൻ്റെ പെങ്ങളുട്ടിക്ക് കൊടുത്തൂടെ അമ്മയുടെ മോനെ? അത് കേൾക്കെ ഭാരതി ഞെട്ടി എഴുന്നേറ്റ് നിന്നു. കാരണം ഒരു രണ്ടാം കെട്ടുകാരിയെ എൻ്റെ മരുമകളാക്കാനോ? അവർക്ക് അവൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അവരോടൊപ്പം തന്നെ തപ്പുവും എഴുന്നേറ്റ് നിന്നു. എനിക്കറിയാം അമ്മയ്ക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. എന്നാലും ആൻറ്റി, ശ്രീയെ ഓർത്തു നോക്ക്. അവനിനി എത്ര നല്ല ആലോചനകൾ ആൻറ്റി കൊണ്ടുവന്നാലും അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. മകൻ കൺമുന്നിൽ കുടിച്ചു നശിക്കുന്നത് കാണണോ, അതോ നല്ലൊരു ജീവിതം ജീവിക്കുന്നത് കാണണോ എന്ന് ആൻറ്റി തന്നെ തീരുമാനിക്കേ എന്ന് പറഞ്ഞ് തപ്പു തിരിഞ്ഞു നടന്നു. എന്നിട്ട് വാതിൽക്കലെത്തിയിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ശ്രീയെ സന്തോഷത്തോടെ കാണാനാണ് ആൻറ്റി ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പൂർവ്വി വേണം. ഇനി എല്ലാം ആൻറ്റിയുടെ തീരുമാനം പോലെ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. എന്നിട്ട് വണ്ടിയിൽ കയറി സ്പീഡിൽ ഓടിച്ചു പോയി. തപ്പു പോയതും അവർ തളർന്ന് സെറ്റിയിലേക്കിരുന്നു. അന്നേരം അവരുടെ മനസ്സ് പഴയ ചിന്തകളിൽ കടന്നു വന്നു. അവർ ഓർത്തു, പൂർവിയുടെ ഡിവോഴ്സ് നടന്ന അന്നാണ് അവൻ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നതും. അന്നു മുതലാണ് തൻ്റെ മകനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതും, നല്ല വേഷത്തിൽ നടക്കാൻ തുടങ്ങിയതും, കുടി നിർത്തി സമയത്തിന് വീട്ടിൽ വരാൻ തുടങ്ങിയതും. അതൊക്കെ ഓർക്കെ തൻ്റെ മകൻ്റെ മാറ്റത്തിനുള്ള കാരണം പൂർവിയാണെന്ന അറിവിൽ ഭാരതിക്ക് ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. കുറച്ച് വെള്ളം കുടിക്കണമെന്ന തോന്നലിൽ എഴുന്നേറ്റ് അകത്തേക്ക് രണ്ടടി വെച്ചതും തല കറങ്ങുന്നത് പോലെയും. അത് വെറും തോന്നലായിരുന്നില്ല. അവർ സെറ്റിയിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കൈ അതിൽ പിടിക്കാൻ കഴിയാതെ വഴുതി അവിടെ ഉണ്ടായിരുന്ന ടീപ്പയുടെ അറ്റത്ത് തലയടിച്ച് അവർ തറയിലേക്ക് വീണിരുന്നു. ബോധം മറിയുന്നതിന് മുൻപായി ഭാരതി കണ്ടിരുന്നു തറയിലൂടെ ഒഴുകുന്ന ചോര. ബോധം വന്നപ്പോൾ കാണുന്നത് തന്നെ ഈ മോൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളായിരുന്നു. ശ്രീ പൂർവിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രംഗം. പിന്നെ എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ മോൻ നല്ലതേ തിരഞ്ഞെടുക്കൂ എന്ന് അവൻ്റെ അമ്മയായ എനിക്കറിയാം. അവർ പറഞ്ഞു നിർത്തിക്കൊണ്ട് പൂർവിയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് അവളുടെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു, നീ ഭാഗ്യം ചെയ്തവളാ. സ്വന്തം രക്തം അല്ലാഞ്ഞിട്ടുകൂടി നിന്നോടുള്ള അവൻ്റെ കരുതലും സ്നേഹവും, അത് മതി മോളെ ഉള്ളിലെ നന്മ തിരിച്ചറിയാൻ. എൻ്റെ മോൻ്റെ സന്തോഷം കൂടിയാണ് മോൻ തിരിച്ചു തന്നത്. എനിക്കറിയാം മോൻ അവൻ്റെ ഫ്രണ്ടല്ല എന്നും. എന്നിട്ടും അവൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കണമെങ്കിൽ നീ അത്രയ്ക്ക് നല്ല മോനായതുകൊണ്ടാണ് എന്നും പറഞ്ഞ് തപ്പുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ വാത്സല്യത്തോടെ തലോടി. അത് കേട്ടപാടെ പൂർവി ഒരു പൊട്ടിക്കരച്ചിലോടെ പാഞ്ഞു ചെന്ന് തപ്പുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. തപ്പുവും തിരികെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ അവൻ തുടച്ചു കളഞ്ഞു. അത് കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം തപ്പു താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തി മറുകൈയാൽ അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞു, മതി, ഇനി ഈ കണ്ണ് നിറയരുത്. എന്നിട്ട് ശ്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡാ അളിയ, എൻ്റെ പെങ്ങളുട്ടിയെ നീയോ മറ്റോ കരയിച്ചെന്നറിഞ്ഞാൽ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. അത് കേൾക്കെ ശ്രീയും വന്നവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ചെവിയോരം പറഞ്ഞു, താങ്ക്സ്. ഇതേ സമയം ഉണ്ണിയുടെ വീട്ടിൽ യശോദ ഒരു മയക്കം വിട്ട് കണ്ണു തുറന്ന് ചുറ്റും ഒന്ന് നോക്കി. കുറച്ച് മാറിയാണ് ടേബിൾ വെച്ചിരിക്കുന്നത്. കൈ എത്തില്ല. വെള്ളം കുടിക്കാൻ ദാഹിച്ച് തൊണ്ട വരളുന്നു. മോനെ ഉണ്ണി, ശിവേട്ടാ, അവ്യക്തമായ ശബ്ദത്തിൽ അവർ വിളിച്ചു. ആരും വരുന്നത് കാണാതെ വന്നപ്പോൾ കിടന്നുകൊണ്ട് തന്നെ എത്തിക്കുത്തി വെള്ളമെടുക്കാൻ നോക്കിയ യശോദ എവിടെയും പിടുത്തം കിട്ടാതെ തറയിലേക്ക് വീണു. എന്തോ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഉണ്ണി അടുക്കളയിൽ നിന്നും ഓടി വന്നത്. അന്നേരം കണ്ട കാഴ്ച ഇതാണ്. അവൻ ഓടി വന്ന് യശോദയെ എടുക്കുന്നതിനൊപ്പം തന്നെ അച്ഛാ അച്ഛാ ഓടിവായോ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയുടെ ഒച്ച കേട്ട് പറമ്പിൽ കിളച്ചുകൊണ്ടിരുന്ന ശിവൻ ധൃതിയിൽ ഓടി വന്നു. എന്താടാ? അച്ഛാ, അമ്മ. അപ്പോഴാണ് ശിവനും ആ കാഴ്ച കാണുന്നത്. ശിവൻ വേഗം ചെന്ന് യശോദയുടെ തോൾഭാഗത്തും ഉണ്ണി കാലിൻ്റെ ഭാഗത്തും പിടിച്ച് കട്ടിലിൽ കിടത്തി. അന്നേരം ശിവൻ യശോദയെ ശാസിച്ചു, വിളിച്ചാൽ പോരായിരുന്നോ? അത് കണ്ടതും അവരുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകി തുടങ്ങി.
ഉണ്ണി പതിയെ കുറച്ച് വെള്ളമെടുത്ത് സ്പൂണിലെടുത്ത് കുറേശ്ശെയായി കൊടുക്കാൻ തുടങ്ങി. അവർ ആർത്തിയോടെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അവർ ഓക്കെയാണെന്ന് കണ്ടപ്പോൾ ഉണ്ണി യശോദയോട് പറഞ്ഞു, അമ്മ അറിഞ്ഞു, അമ്മയുടെ ശത്രുവിൻ്റെ കല്യാണം കഴിഞ്ഞു. യശോദ ആരുടെ എന്ന അർത്ഥത്തിൽ നോക്കിയതും ഉണ്ണി പറഞ്ഞു, പൂർവിയുടെ. അവരൊന്നും മിണ്ടിയില്ല. കഴിഞ്ഞതെല്ലാം ഓർത്തുകൊണ്ട് അവർ കണ്ണുകൾ അടച്ച് 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഇതേ സമയം രേഷ്മ ജോലിയെടുക്കാൻ മടിയായതുകൊണ്ടും യശോദയുടെ മലവിസർജ്യം എടുക്കാൻ കഴിയാത്തതുകൊണ്ടും ഉണ്ണിയോട് വഴക്കിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. മോളെ, ആ കഞ്ഞിയൊന്ന് നോക്കണേ. അമ്മ ബാത്റൂമിൽ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ട് അത് നോക്കാൻ ചെന്ന രേഷ്മ മൂക്കിലേക്ക് കഞ്ഞിയുടെ തിളച്ച മണം വന്ന് തട്ടിയതും അവൾ വായപ്പൊത്തിക്കൊണ്ട് വാഷ് ബേസിനിൽ ഓടിച്ചെന്ന് ഛർദ്ദിച്ചു. ശിവനും ഉണ്ണിയുടെ കൂടെ യശോദയ്ക്ക് കഞ്ഞി കൊടുക്കുന്ന സമയത്താണ് ഉണ്ണിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അവൻ നോക്കിയപ്പോൾ രേഷ്മയുടെ വീട്ടിൽ നിന്നുമാണ് വിളിക്കുന്നത്. അവൻ വേഗം കോൾ എടുത്തു. മോനെ, രേഷ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മോനൊന്ന് പെട്ടെന്ന് ഇവിടെ വരെ വരാമോ? അത് കേൾക്കെ അവനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, വരാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് ശിവനോടായി പറഞ്ഞു, ഞാൻ അവിടെ വരെ ഒന്ന് ചെന്നിട്ട് വരാ അച്ഛാ, അമ്മയെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് അവൻ്റെ ബൈക്കെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ഫ്രണ്ടിൽ തന്നെ അവനെയും കാത്ത് രേഷ്മയുടെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കൂട്ടി രേഷ്മയെ കിടത്തിയ റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് കയറി വരുന്ന ഉണ്ണിയെ കണ്ട് രേഷ്മ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അന്നേരം ഒരു നേഴ്സ് വന്ന് കുറച്ച് പേപ്പറുകൾ കൊണ്ടുവന്ന് കൊടുത്തത് അതെല്ലാം ബില്ലടയ്ക്കാനും മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവരാനും പറഞ്ഞു. അതെല്ലാം വാങ്ങി രേഷ്മയുടെ അച്ഛൻ നേരെ ഫാർമസിയിലേക്ക് പോയി. രേഷ്മയുടെ അമ്മയും അവർ സംസാരിക്കട്ടെ എന്ന് കരുതി പുറത്തിറങ്ങി. ഉണ്ണി അവളെ നോക്കി മിണ്ടാതെ നിന്നു. അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കാണെ രേഷ്മ അവനോടായി പറഞ്ഞു, ഉണ്ണിയേട്ടാ, എന്നോടുള്ള പിണക്കം മാറിയില്ലേ? ഞാനിനി ഉണ്ണിയേട്ടനെ അനുസരിച്ച് ജീവിച്ചോളാം. ഉണ്ണിയാണ് ഇവളിത് എന്ത് തേങ്ങയാ പറയുന്നതെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. രേഷ്മ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് അവളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു ഉണ്ണിവാവ വരാൻ പോകുന്നു. ഉണ്ണിയേട്ടൻ ഒരു അച്ഛനാകാൻ പോകുന്നു. അത് പറയുമ്പോൾ അവളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. അത് കേൾക്കെ ഉണ്ണി ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു. എന്നിട്ട് വിശ്വാസം വരാതെ അവളെ നോക്കി. അന്നേരം അവൾ കണ്ണടച്ച് കാണിച്ചു, സത്യമാണ് എന്ന രീതിയിൽ. ഉണ്ണി ആ നിമിഷം എല്ലാം മറന്ന് അവളെ വാരിപ്പുണർന്നു. അന്നേരം രേഷ്മ ചോദിച്ചു, എന്നോട് ക്ഷമിക്കില്ലേ ഉണ്ണിയേട്ടാ? അതിനൊന്നും മറുപടി പറയാതെ അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ഭാരതിയമ്മ കൊടുത്ത നിലവിളക്കുമായി വലതുകാൽ വെച്ച് കയറുമ്പോൾ സ്ത്രീയും അവളുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. വിളക്കിലെ തിരി അണയാതെ പൂജാമുറിയിൽ വെച്ചപ്പോഴാണ് പൂർവിക്ക് ആശ്വാസമായത്. ഇരുവരും പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാമുറിയിൽ നിന്നിറങ്ങി. പൂർവി ഇറങ്ങി എന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബന്ധത്തിലുള്ള സ്ത്രീകളൊക്കെ പൂർവിയോട് സംസാരിക്കാനായി വന്നു. ഇതേ സമയം തന്നെയാണ് ജാനകി കിച്ചണിൽ നിന്ന് ഓടിപ്പിടിച്ചു വരുന്നത്. ഭാരതി കാണുന്നത്. അപ്പോൾ തന്നെ ഭാരതി ജാനകിയുടെ മുന്നിലായി നിന്നുകൊണ്ട് പറഞ്ഞു, എവിടേക്കാ? അതെന്ത് ചോദ്യമാ ഭാരതിയമ്മേ? ഞാൻ കാർത്തിമോൻ്റെ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടാൻ. ജാനകി ഒരു ഇലിയോടെ പറഞ്ഞു. അത് കേൾക്കെ ഭാരതി അവർ കേൾക്കാൻ മാത്രമായി പറഞ്ഞു, പരിചയപ്പെടുന്നതൊക്കെ കൊള്ളാം. അതിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തേലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ അപ്പോ കാണാം. ജാനകിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവരത് പറഞ്ഞത്. ഏയ്, ഞാനെന്ത് പറയാൻ? ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം തങ്കക്കുടം പോലുള്ള കുഞ്ഞാണെന്ന്. ആ മതി, പോയി പരിചയപ്പെട്ടിട്ട് വേഗം വാ, അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അത് കേട്ടപാടെ ജാനകി പൂർവിയുടെ അടുത്തേക്ക് പാഞ്ഞിരുന്നു. പൂർവിയെ നോക്കിക്കൊണ്ട് അവിടെയും ഇവിടെയും ചുറ്റിക്കളിക്കുകയാണ് ശ്രീ. അവനിപ്പോൾ പൂർവിയെ തനിച്ച് കിട്ടണം, അതാ ഉദ്ദേശം.